നമുക്ക് പെട്ടെന്ന് ലെറ്റർ സെസിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കാം. സോ ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദ IUPAC നെയിംസ് ഓഫ് സർട്ടൻ കോമ്പൗണ്ട്സ് ആർ ഗിവൺ. ഐഡൻറ്റിഫൈ ദ റോങ് വൺസ്. ഓക്കെ, ഇതിനകത്ത് ഏതൊക്കെയോ എന്താണ് തെറ്റാണ്. ഇതിനകത്ത് ഏതൊക്കെയോ കോമ്പൗണ്ടുകൾ എന്താണ് തെറ്റാണ്. അപ്പോൾ തെറ്റായിട്ടുള്ള കോമ്പൗണ്ടുകളെ കണ്ടുപിടിക്കാനാണ് എന്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഇവിടെ കോമ്പൗണ്ടുകളുണ്ട്, അതിൻ്റെ പേരുണ്ട്. മേ ബി ഈ പേരായിരിക്കും തെറ്റ്, അല്ലെങ്കിൽ ഈ കോമ്പൗണ്ടുകളായിരിക്കും തെറ്റ്. എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് തെറ്റാണോ ശരിയാണോ കണ്ടുപിടിക്കാം. ഓക്കെ, ഈ പേര് ഇവിടെ നിൽക്കട്ടെ. നമുക്കിതിൻ്റെ പേരിടാൻ അറിയാമല്ലോ. നമുക്കിതിൻ്റെ പേരൊന്നിട്ട് നോക്കാം. ഓക്കെ, IUPAC നെയിം ഗിവൺ, ഐഡൻറ്റിഫൈ ദ റോങ് വൺസ്. ഓക്കെ, IUPAC നെയിമാണ് തെറ്റ്, അത് ശരിയാക്കാനാണ് പറഞ്ഞത്. ശ്രദ്ധിക്കുക, സ്ട്രക്ചറൽ ഫോർമുല ആൻഡ് IUPAC നെയിം ഓഫ് സർട്ടൺ കോമ്പൗണ്ട്സ് ആർ ഗിവൺ. ഐഡൻറ്റിഫൈ ദ റോങ് വൺസ്. ഓക്കെ, IUPAC നെയിമിനൊത്ത ഈ സ്ട്രക്ചറിനൊത്ത IUPAC നെയിം അല്ലാത്തത് ആര്, അതിനെന്ത് ചെയ്യുക, തിരുത്തി എഴുതുക. അതാണ് പറഞ്ഞത്. നമുക്ക് എന്തായാലും ഈ കോമ്പൗണ്ടിൻ്റെ പേരൊന്ന് എഴുതി നോക്കാം. ഇത് അവിടെ നിൽക്കട്ടെ. നമുക്ക് എന്ത് ചെയ്യാം, നമുക്കറിയാലോ പേരിടാൻ വേണ്ടി. ആ രീതിയിൽ നമുക്കൊന്ന് പേരിട്ട് നോക്കാം. ഓക്കെ, നമുക്കറിയാം. ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യണം, ലോങ് ചെയിൻ കണ്ടുപിടിക്കണം. ലോങ് ചെയിൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എണ്ണി നോക്കണം. 1 2 3 4 5 1 2 3 4 5 6. വേറെ ഏതെങ്കിലും രീതിയിൽ എണ്ണാൻ പറ്റുമോ? 1 2 3 4 ഇല്ല. 1 2 3 4 5 6. ഓക്കെ, എങ്ങനെ എണ്ണിയാലും 6 ആണ് വരിക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മെയിൻ ചെയിനിൽ 6 കാർബണാണെന്ന് മനസ്സിലായി. ഓക്കെ, മെയിൻ ചെയിനിൽ 6 കാർബണാണെന്ന് മനസ്സിലായി. ഇനി എന്ത് ചെയ്യണം, ഇതാണ് നമ്മുടെ ബ്രാഞ്ച്. ഈ ബ്രാഞ്ച് ഏതാ, മീഥൈൽ ബ്രാഞ്ചാണ്. ഓക്കെ, എത്രാമത്തെ കാർബണിലാണ് മീഥൈൽ ഇരിക്കുന്നത്? 1 2 3. മൂന്നാമത്തെ കാർബണിലാണ് മീഥൈൽ ബ്രാഞ്ച് ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ പേരെന്ത് വരും? 3 മീഥൈൽ മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട് പെൻഡ് ഹെക്സ്. 3 മീഥൈൽ ഹെക്സൈൻ എന്നാണ് ഇതിൻ്റെ പേര്. പക്ഷെ ഇവിടെ തന്നിരിക്കുന്ന പേര് ഓക്കെ 2 ഈഥൈൽ പെൻറ്റൈൻ എന്നാണ്. ഇത് കറക്റ്റ് ആണോ? അല്ല. ഇനി ഒന്ന് ചിന്തിച്ച് നോക്കുക, എന്തുകൊണ്ടായിരിക്കും ഈ 2 ഈഥൈൽ പെൻറ്റൈൻ എന്ന് പറഞ്ഞ ഒരു ഉത്തരത്തിലേക്ക് നമ്മുടെ ഇതിൽ വന്നേക്കുന്നത്? നമ്മുടെ ആൻസർ 3 മീഥൈൽ ഹെക്സൈൻ ആണ്. എന്തുകൊണ്ടായിരിക്കും 3 ഈഥൈൽ പെൻറ്റൈൻ വന്നേക്കുന്നത്? നോക്കടാ, ഒന്ന് ആലോചിച്ച് നോക്കേ. നിങ്ങൾ സപ്പോസ് നേരെ ചൊവ്വേ ലോങ് ചെയിൻ എടുക്കാണ്ട് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾ ലോങ് ചെയിൻ കണ്ടുപിടിക്കേണ്ട, അത് സ്ട്രെയിറ്റിലുള്ള സാധനം അങ്ങ് ലോങ് ചെയിൻ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കേ, ഇത് ഏത് ബ്രാഞ്ചാ? ഇത് ഈഥൈൽ ബ്രാഞ്ചാ അല്ലേ. ഇവിടെ എത്ര കാർബൺ? 1 1 2 3 4 5 5 കാർബൺ. തിരിച്ചിടുമ്പോൾ രണ്ടാമത്തെ കാർബണിലാണ് ബ്രാഞ്ച് അല്ലേ. അപ്പോൾ എൻ്റെ പേരെന്തൊരു 2 ഈഥൈൽ പെൻറ്റൈൻ. അങ്ങനെയാണ് ഇതിനകത്തോട്ട് എത്തിയത്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് തെറ്റു പറ്റാണ്ടിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് തെറ്റു പറ്റുന്ന സാധനങ്ങൾ എന്ത് ചെയ്ത് ചെയ്യുക, കാണിച്ചു തന്നേക്കുവാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പെൻഡാൻ 2 ഓണെന്നാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് അതിൻ്റെ ശരിക്കുള്ള പേരിട്ട് നോക്കാം. മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട് പെൻഡ് അല്ലേ. അപ്പോൾ പെൻഡാൻ രണ്ടാമത്തെ കാർബണിലാണ്. നോക്കി 1 2 3 4. തിരിച്ചെണ്ണുമ്പോൾ 1 2. എത്രാമത്തെ കാർബണിലാണ്? ക്വസ്റ്റ്യൻ നമ്പർ 2. പെൻഡാൻ 2 ഓൺ ഇസ് എ കറക്റ്റ് ആൻസർ. അടുത്ത ഹെക്സ് 3i. ഓക്കെ, ഹെക്സ് 3i നോക്കാം. ഇതാണ്ടേ മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട് പെൻഡ് ഹെക്സ് ആണ്, കുഴപ്പമില്ല. ഇനി മൂന്നാമത്തെ കാർബണിലാണോ നോക്കട്ടെ. 1 2 3 4. നാലാമത്തെ കാർബൺ അങ്ങോട്ട് എണ്ണിയപ്പോൾ. തിരിച്ചെണ്ണിയപ്പോൾ 1 2. രണ്ടാമത്തെ കാർബൺ അങ്ങോട്ട് എണ്ണിയപ്പോൾ നമുക്ക് നാലാമത്തെ കാർബണിലാണ് ട്രിപ്പിൾ ബോണ്ട് കിട്ടിയത്. തിരിച്ചെണ്ണിയപ്പോൾ നമുക്ക് എത്രാമത്തെ കാർബണിലാണ് കിട്ടുന്നത്? രണ്ടാമത്തെ കാർബണിലാണ് കിട്ടുന്നത്. മൂന്നാമത്തെ കാർബൺ ഇതാണ്, രണ്ടാമത്തെ കാർബണിലാണ് ട്രിപ്പിൾ ബോണ്ട് കിട്ടുന്നത്. അപ്പോൾ ഹെക്സ് 3i ഹെക്സ് 2i ഈ ഡബിൾ ബോണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന കാർബണാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അല്ല ഡബിൾ ബോണ്ട് ഏത് കാർബൺ ഇടയ്ക്കാന്നല്ല, ഡബിൾ ബോണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന കാർബൺ. നമ്മൾ ഇവിടുന്ന് എണ്ണുമ്പോഴത്തേക്കും ഡബിൾ ബോണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഈ കാർബണ, അത് നാലാമത്തെ കാർബണ. ഇവിടുന്ന് എണ്ണുമ്പോൾ ട്രിപ്പിൾ ബോണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ കാർബൺ, അത് രണ്ടാമത്തെ കാർബണാണ്. അപ്പോൾ ഹെക്സ് 2i കറക്റ്റായിട്ടുള്ള സാധനം. ഇനി അടുത്ത ഓക്കെ, CH3 CH2 CHC CH3. ഇതിൻ്റെ പേര് നോക്കാം. നമുക്ക് 2,3 ഡൈക്ലോറോപെൻറ്റൈൻ. ഇത് കാണുമ്പോഴേ നമുക്ക് തെറ്റാണെന്ന് മനസ്സിലായി. എന്തുകൊണ്ടാണ്? ഇവിടെ 3 ക്ലോറിൻ ഉണ്ട്. 3 ക്ലോറിൻ ഉണ്ടെങ്കിൽ ഇവിടെ 3 നമ്പർ വരണം, മാത്രമല്ല ഇവിടെ ട്രൈ വരണം അല്ലേ. നമുക്ക് ശരിക്കുള്ള പേരെന്തായാലും ഒന്ന് ഇട്ട് നോക്കാം. നമുക്കറിയാം നമ്മുടെ മെയിൻ ചെയിൻ ഇതാണ് അല്ലേ. ഇനി നമുക്ക് പൊസിഷൻ നമ്പർ ഇട്ട് നോക്കാം. അങ്ങോട്ട് എണ്ണുമ്പോൾ 1 2 3. മൂന്നാമത്തെ കാർബണിൽ ക്ലോറിൻ ഉണ്ട്. 4. നാലാമത്തെ കാർബണിൽ ക്ലോറിൻ ഉണ്ട്. നാലാമത്തെ കാർബണിൽ തന്നെ വേറെ ക്ലോറിൻ ഇരിപ്പുണ്ട്. തിരിച്ചെണ്ണുമ്പോഴോ 1. ഒന്നാമത്തെ കാർബണിൽ ഒന്നുമില്ല. രണ്ടാമത്തെ കാർബണിൽ ക്ലോറിൻ ഇരിപ്പുണ്ട്. രണ്ടാമത്തെ കാർബണിൽ വേറെ ക്ലോറിൻ ഇരിപ്പുണ്ട്. രണ്ടാമത്തെ കാർബണിൽ ക്ലോറിൻ, രണ്ടാമത്തെ കാർബണിൽ വേറെ ക്ലോറിൻ, മൂന്നാമത്തെ കാർബണിലും ക്ലോറിൻ ഉണ്ട്. സോ
സോ പറ ഏത് നമ്പറാണ് ചെറുത്, ഏത് എണ്ണലാണ് നമുക്ക് ചെറുതായിട്ടുള്ളത്? 344 ആണോ 223 ആണോ? അഫ്കോഴ്സ് 223. അപ്പോൾ എന്ത് ചെയ്യുക? 2,2,3. ഇനി എത്ര ക്ലോർ ഉണ്ട് ഇവിടെ? 3 ക്ലോർ ഉണ്ട്. 3 ക്ലോർ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? ട്രൈ എന്ന് വിളിക്കാം അല്ലേ? ട്രൈ ക്ലോറോ. ഇനി മെയിൻ ചെയിൻ്റെ പേര് മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെൻഡെയിൻ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഇത് തെറ്റായിരുന്നു, ഇത് തെറ്റായിരുന്നു. ഒരെണ്ണം മാത്രമേ ശരിയായിട്ടുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, 5th ക്വസ്റ്റ്യൻ. നമുക്ക് 2 കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. ഓക്കെ. വിച്ച് ടൈപ്പ് ഓഫ് ഐസോമറിസം ഡു ദിസ് കോമ്പൗണ്ട് എക്സിബിറ്റ്? ഏത് ടൈപ്പ് ഐസോമറിസമാണ് ഈ 2 കോമ്പൗണ്ടുകൾ കാണിക്കുന്നത്? അപ്പോൾ ഐസോമറിസമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ നോക്കേണ്ട കാര്യം കോമ്പൗണ്ടിനകത്ത് ഡബിൾ ബോണ്ട് ഉണ്ടോ എന്ന് നോക്കാം. കോമ്പൗണ്ടിനകത്ത് ഡബിൾ ബോണ്ട് അല്ല, കോമ്പൗണ്ടിനകത്ത് ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടോ എന്ന് നോക്കാം. ഈ കോമ്പൗണ്ടിനകത്ത് ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്, അത് ആൽക്കോക്സി ഗ്രൂപ്പാണ്. ഈ കോമ്പൗണ്ടിനകത്ത് ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്, അതെന്താണ്? ഹൈഡ്രോക്സി ഗ്രൂപ്പാണ്. ഇനി ഇവർ ഓൾറെഡി ഐസോമറിസമാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടിൻ്റെയും മോളിക്കുലാർ ഫോമുലയോടെ എഴുതി വെക്കണം. മോളിക്കുലാർ ഫോമുല എഴുതി വെക്കലാണ് ഒരാൾ ഐസോമർ ആണോ അല്ലയോ എന്ന് അറിയാൻ പറ്റും. മോളിക്കുലാർ ഫോമുല സെയിം ആണെങ്കിൽ ഐസോമർ ആയിരിക്കും, മോളിക്കുലാർ ഫോമുല സെയിം അല്ലെങ്കിൽ ഐസോമർ അല്ല. ഇവിടെ ഓൾറെഡി ക്വസ്റ്റ്യൻ ഐസോമർ ആണെന്ന് പറയുന്നുണ്ട്. എന്ത് ടൈപ്പ് ഐസോമർ ആണ് ചോദിച്ചേക്കുന്നത്? അപ്പോൾ മോളിക്കുലാർ ഫോമുല സെയിം ആണ്, പക്ഷേ ഇവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ എന്താണ്? ഡിഫറൻ്റ് ആണ്. അപ്പോൾ എന്ത് ടൈപ്പ് ഐസോമറാണ്? ഫങ്ഷണൽ ഐസോമർ. അപ്പോൾ നമുക്കുള്ള കയ്യിൽ ആദ്യം 2 ഐസോമർ ഇട്ട് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഫങ്ഷണൽ ഗ്രൂപ്പ് സെയിം ആണോ ചെക്ക് ചെയ്യുക. ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിഫറൻ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ഫങ്ഷണൽ ഐസോമർ ആയിരിക്കും. ഇനി ഫങ്ഷണൽ ഗ്രൂപ്പ് സെയിം ആണ്, പക്ഷേ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പൊസിഷൻ ഐസോമർ ആയിരിക്കും. ഇനി ഫങ്ഷണൽ ഗ്രൂപ്പ് ഓയോ സിഒയോ ആണ്, സിഒയോ ഓയോ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മെറ്റാമറാണ്. ഇനി ഫങ്ഷണൽ ഗ്രൂപ്പ് ഒന്നും ഇല്ല, ബ്രാഞ്ചുകൾ വെച്ചുള്ള കളിയാണ്. ഒരെണ്ണത്തിൽ 1 ബ്രാഞ്ച്, ഒരെണ്ണത്തിൽ 2 ബ്രാഞ്ച്, അല്ലെങ്കിൽ ഒരെണ്ണത്തിൽ 1 ബ്രാഞ്ച്, ഒരെണ്ണം സ്ട്രെയിറ്റ് ചെയിൻ. ഇങ്ങനെ ബ്രാഞ്ചുകൾ സ്ട്രെയിറ്റ് ചെയിനും തമ്മിലുള്ള ബ്രാഞ്ചുകളുടെ എണ്ണം തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് ചെയിൻ ഐസോമർസമാണ്. ഓക്കെ, ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് മെറ്റാമർ ഓഫ് കോമ്പൗണ്ട് 1. ഇതാണ് കോമ്പൗണ്ട് 1. കോമ്പൗണ്ട് 1ൻ്റെ മെറ്റാമർ. എന്താണ് മെറ്റാമർ? ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു, ഓയോ സിഒയോ ആണെന്നുണ്ടെങ്കിൽ, ഓയോ സിഒയോ ആണ് കോമ്പൗണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പൊസിഷൻ, ആ ഓയുടെ സിഒൻ്റെ പൊസിഷൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുമ്പോൾ അതെന്തായിട്ട് മാറും? മെറ്റാമറായിട്ട് മാറും. സപ്പോസ് ഇവിടെ നോക്കേ, 2 കാർബണിൻ്റെ ഇടയ്ക്കല്ലേ ഓ ഇരിക്കുന്നത്. ഇതൊന്ന് മാറ്റിയാൽ മതി. ഈ കാർബൺ എണ്ണം മാറ്റരുത്. കാർബൺ മൊത്തം എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം. അപ്പോൾ ഞാൻ 4 കാർബൺ അങ്ങ് വരയ്ക്കുക. 1 2 3 4. ഇപ്പോൾ ഈ കേസിൽ, ഇവിടുത്തെ ക്വസ്റ്റ്യൻ്റെ കേസിൽ ഓ എവിടെ വന്നേക്കുന്നത്? ഓ ഇവിടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നൈസിന് ഇവിടെ ഇരുന്ന ഓയെ അങ്ങോട്ടോ അല്ലെങ്കിൽ ഇങ്ങോട്ടോ എന്ത് ചെയ്യുക? മാറ്റുക. ഞാനിപ്പോൾ ഇതിന് ഇങ്ങോട്ട് മാറ്റുവാണ്. ഇങ്ങോട്ട് മാറ്റുമ്പോൾ എങ്ങനെ എഴുതാം? ഇവിടെ ഈ 2 കാർബൺ ഡൈയിൽ എന്തിട്ട് കൊടുത്താൽ മതി? ഓ ഇട്ട് കൊടുത്താൽ മതി അല്ലേ? അപ്പോൾ ഇതാ ഇങ്ങനെ വരും. CO C CH3 CH2 CH2 CH3. നോക്ക്, ഇതാണ് ക്വസ്റ്റ്യനിൽ ഇതാ ഇങ്ങനെയാണ് വരിക. ഇതാണ് ക്വസ്റ്റ്യൻ, ഇതാണ് നമ്മുടെ മെറ്റാമർ. അവിടെ എന്താ വ്യത്യാസം വന്നത്? ഈ ഓക്സിജൻ നമ്മൾ എന്ത് ചെയ്തു? ഇപ്പുറത്തോട്ട് ഇട്ടു, അപ്പോൾ നമുക്ക് ഇത് കിട്ടി. ഇതാണ് ഇതിൻ്റെ മെറ്റാമർ. അപ്പോൾ ഓക്സിജൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ സിഒൻ്റെ പൊസിഷൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി ഇടുമ്പോൾ കിട്ടുന്ന സാധനമാണ് മെറ്റാമർ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മുടെ 6ാമത്തെ ക്വസ്റ്റ്യൻ ആണിത്. ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് 2 കോമ്പൗണ്ട്സ് ആർ ഗിവൺ. 2 കോമ്പൗണ്ട് സ്ട്രക്ചറൽ ഫോർമുല വന്നിട്ടുണ്ട്. C3 ഇതൊരു ആൽഡിഹൈഡ് ആണ്, ഇത് ഒരു എന്താണ്? കീറ്റോൺ ആണ്. അതായത് IUPAC നെയിം ഓഫ് ദ ഫസ്റ്റ് കോമ്പൗണ്ട് ഇതാണ്. ഇതിൻ്റെ IUPAC നെയിം എന്താ? ഇത് ആൽഡിഹൈഡ് അല്ലേ, അവസാനം എന്ത് ചേർക്കണം? ആല് ചേർക്കണം. മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെൻഡനാൾ. കഴിഞ്ഞു. ഫസ്റ്റ് കോമ്പൗണ്ട് IUPAC നെയിം എന്താ? പെൻഡനാൾ. ഓക്കെ, ദീസ് 2 കോമ്പൗണ്ട്സ് ആർ ഐസോമേഴ്സ്. വൈ? ഈ 2 കോമ്പൗണ്ടുകൾ ഐസോമറാണ്. ഐസോമർ ആണോ എന്നാ ചോദിച്ചേക്കുന്നത്? ഐസോമർ ആണ് എന്തുകൊണ്ടെന്ന് ചോദിച്ചേക്കുന്നത്? ഐസോമർ ആണോ എന്നുള്ള കണ്ടീഷൻ എന്താ? 2 കോമ്പൗണ്ട്സ് ഹാവിങ് സെയിം മോളിക്കുലാർ ഫോർമുല. രണ്ടുപേരുടെ മോളിക്കുലാർ ഫോർമുല എന്ന് എഴുതി നോക്കുക. 1 2 3 4 5 C5 3 3 2 5 5 2 7 7 2 9 9 1 10 C5H10. 1 2 3 4 5 C5 3 3 2 5 5 2 7 7 3 10 C5H10. കേട്ടോ, C5H10. ഓക്കെ, സോ ഇവർ രണ്ടുടെ മോളിക്കുലർ ഫോർമുല സെയിം ആണ്, അതുകൊണ്ട് ദേ ആർ ഐസോമേഴ്സ്. അപ്പോൾ അതിൻ്റെ ആൻസർ എങ്ങനെ എഴുതും? ദീസ് കോമ്പൗണ്ട്സ് ആർ ഐസോമേഴ്സ്. വൈ? ബിക്കോസ് ദേ ഹാവ് a same molecular formula. The both compounds have same molecular formula. Okay,
സോ റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദ പൊസിഷൻ ഐസോമർ ഓഫ് ദ സെക്കൻഡ് കോമ്പൗണ്ട്. രണ്ടാമത്തെ കോമ്പൗണ്ട് ഇതാണ്. ഈ രണ്ടാമത്തെ കോമ്പൗണ്ടിൻ്റെ എന്ത് എഴുതുക? പൊസിഷൻ ഐസോമർ എഴുതുക. പൊസിഷൻ ഐസോമർ എഴുതുക. ആക്ച്വലി ഈ CO-ൻ്റെ പൊസിഷൻ ഐസോമർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? അത് മെറ്റാമർ ആണ്. ഓക്കെ, CO-ൻ്റെ പൊസിഷൻ ഐസോമർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? മെറ്റാമർ ആണ്. ഓക്കെ, നമുക്കത് നോക്കാം. CO-നെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി വയ്ക്കുന്നതിനാണ് നമ്മൾ മെറ്റാമർ എന്ന് വിളിക്കുക. ഇവിടെ ആ പൊസിഷൻ ഐസോമർ എന്ന് പറയുമ്പോഴത്തേക്കും അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, CO-നെ ഈ ഇരിക്കുന്ന CO-നെ ഇങ്ങോട്ട് മാറ്റി വെച്ചാൽ പോരെ. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? CH3 CH2 CO CH2 CH3. അതായത് ഇവിടെ ഇരുന്ന CO-നെ ഞാൻ എന്ത് ചെയ്തു? ഇപ്പുറത്തോട്ട് മാറ്റി വെച്ചു. അത്രേ ഉള്ളൂ. സോ ഇതാണ് അതിൻ്റെ രണ്ടാമത്തെ കോമ്പൗണ്ട് പൊസിഷൻ ഐസോമർ. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ. Examine the compound given below and identify the isomer pairs. What type of isomerism is shown by each pair? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ തന്നിരിക്കുന്ന കോമ്പൗണ്ടുകളൊക്കെ എന്ത് ടൈപ്പ് ഐസോമർ ആണ്, അതേപോലെ ഐസോമർ ആരൊക്കെയാണ്, എന്ത് ടൈപ്പ് ഐസോമർ ആണ്. അപ്പോൾ ഐസോമർ ആരൊക്കെയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ഓരോ കോമ്പൗണ്ടിൻ്റെയും മോളിക്കുലാർ ഫോർമുല നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. ഞാൻ എന്ത് ചെയ്യാം? നമുക്ക് സമയം കളയിരിക്കാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് ഇതിൻ്റെ മോളിക്കുലർ ഫോർമുല എഴുതിയിട്ട് വരാം. നിങ്ങൾ ആ ടൈം വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് എൻ്റെ മോളിക്കുലർ ഫോർമുല തനിയെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ എന്തായാലും മോളിക്കുലർ ഫോർമുല ഇപ്പോൾ എഴുതാം. സോ ചെക്ക് ചെയ്യുക, ഇത് തന്നെയാണോ നിങ്ങൾക്ക് കിട്ടിയ കോമ്പൗണ്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? ചെക്ക് ചെയ്യുക. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ നമുക്ക് സ്ട്രക്ചറൽ ഫോർമുല കിട്ടി. ഇനി മോളിക്കുലാർ ഫോർമുല സെയിം ആണെങ്കിൽ മാത്രമേ അത് എന്താണ് ഐസോമർ ആണോ ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇനി ഇതിൻ്റെ മോളിക്കുലർ ഫോർമുല എഴുതുക. ഓക്കെ, സോ ഇതാണ് എനിക്ക് കിട്ടിയ മോളിക്കുലർ ഫോർമുല. സോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സെയിം ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ C4H10O C4H10O ഇവരുടെ ഒരു ഐസോമേഴ്സ് ആണ്. മോളിക്കുലർ ഫോർമുല സെയിം ആണ്. അതേപോലെ C3H8O C3H8O ഇവരുടെ ഒരു ഐസോമേഴ്സ് ആണ്. C6H14 C6H14 ഇവർ രണ്ടുപേരും ഐസോമേഴ്സ് ആണ്. സോ ഇത്ര ഐസോമറുകളാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് തന്നെ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. ഓക്കെ, സോ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ എയും ഡിയും ഐസോമേഴ്സ് ആണ് ഒന്നാമത്തെ ഐസോമർ. അടുത്ത ബിയും എഫും ഐസോമേഴ്സ് ആണ്. അടുത്ത സിയും ഇയും ഐസോമേഴ്സ് ആണ്. അപ്പോൾ ഇനി എന്താ അവിടെ ചോദിച്ചേക്കുന്നത്? വാട്ട് ടൈപ്പ് ഓഫ് ഐസോമറിസം ഈസ് ഷോൺ ബൈ ഈച്ച് പെയർ. ഓരോ പെയറും എന്ത് ടൈപ്പ് ഐസോമറിസം ആണെന്ന് കൂടെ ചോദിച്ചിട്ടുണ്ട്. എന്ത് ടൈപ്പ് ഐസോമറിസം ആണ്. അപ്പോൾ നമ്മൾ ഐസോമർ ആരൊക്കെയാണ് കണ്ടുപിടിച്ചു. ഇനി അവർ എന്ത് ടൈപ്പ് ഐസോമർ ആണ് കണ്ടുപിടിക്കണം. എന്ത് ടൈപ്പ് ഐസോമർ ആണ് എങ്ങനെ കണ്ടുപിടിക്കുക നോക്കണം. ആദ്യം നമുക്ക് എയും ഡി ഐസോമർ അല്ലേ? എയും ഡിയും നോക്കാം. എയും ഡിയും നോക്കാം. ആദ്യം ഞാൻ എന്താ പറഞ്ഞത്? ഐസോമർ നമ്മൾ നോക്കുമ്പോൾ ആദ്യം ഫങ്ഷണൽ ഗ്രൂപ്പാണ് നോക്കണ്ടേ. ഫസ്റ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഓക്കെ, ഇവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് O ആണ്, ഇവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് O ആണ്. ഫങ്ഷണൽ ഗ്രൂപ്പ് സെയിം അല്ലായിരുന്നെങ്കിൽ ഇവർ ഫങ്ഷണൽ ഐസോമർ ആയനെ. ഫങ്ഷണൽ ഗ്രൂപ്പ് സെയിം ആണ്, അപ്പോൾ ഫങ്ഷണൽ ഐസോമർ അല്ല. അടുത്ത ഫങ്ഷണൽ ഗ്രൂപ്പ് ആരാന്ന് നോക്കണം. ഫങ്ഷണൽ ഗ്രൂപ്പ് ആരാ? ഇവിടുത്തെ O ആണ്. ഓയുടെ പൊസിഷൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ അതിന് എന്താ വിളിക്കുക? മെറ്റാമർ എന്നാണ് വിളിക്കുക. ഇവിടെ നോക്ക്, ഓയുടെ പൊസിഷൻ ഇവിടെ ആയിരുന്നു, ഇവിടെ ഓയുടെ പൊസിഷൻ നടുക്കോട്ട്, അതായത് ഇങ്ങോട്ട് ചാടി O അല്ലേ. അപ്പോൾ ഓയുടെ പൊസിഷൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുന്നത് നമ്മൾ പറഞ്ഞവരാണ് മെറ്റാമെറിസം. സോ എയും ഡിയും എന്താണ്? മെറ്റാമെറിസമാണ് ഷോ ചെയ്യുന്നത്. എയും ഡിയും മെറ്റാമെറിസമാണ് ഷോ ചെയ്യുന്നത്. അപ്പോൾ എയുടെയും ഡിയുടെ കാര്യത്തിൽ തീരുമാനമായി. അടുത്ത ആരാ? ബിയും എഫും. ഇതാണ് ബിയും എഫും. ഓക്കെ, നിങ്ങൾ നോക്കുക. ആദ്യം നിങ്ങൾ ഇവിടുത്തെ വല്ല ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടോ നോക്കുക. ഇതിനകത്ത് ഒരു ഫങ്ഷണൽ ഗ്രൂപ്പും ഞാൻ കാണുന്നില്ല. ഓക്കെ, ഫങ്ഷണൽ ഗ്രൂപ്പൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അയാൾ ഫങ്ഷണൽ ഐസോമർ ആയിരിക്കില്ല. ഇനി ബ്രാഞ്ചുകൾ നോക്കാം. ഇവിടെ 2 ബ്രാഞ്ച് ഉണ്ട്, ഇവിടെ ബ്രാഞ്ചേ ഇല്ല. ബ്രാഞ്ചുകളുടെ പൊസിഷൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിരുന്നെങ്കിലും അത് പൊസിഷൻ ഐസോമർ ആയാണ്. സോ ഇവിടെ ബ്രാഞ്ചിൻ്റെ പൊസിഷൻ അല്ല, ബ്രാഞ്ചേ ഇല്ലാണ്ടാവുക. ഒരെണ്ണം സ്ട്രെയിറ്റ് ചെയിനും ഒരെണ്ണം ബ്രാഞ്ചുള്ള കോമ്പൗണ്ട്. ബ്രാഞ്ചുകളുടെ എണ്ണം മാറി വരുവാണെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ചെയിൻ ഐസോമറിസം അല്ലേ. അപ്പോൾ ഈ ബിയും എഫും എന്ന് പറയുന്നത് എന്താണ്? ബിയും എഫും എന്ന് പറയുന്നത് ചെയിൻ ഐസോമറിസമാണ്. ബിയും എഫും ചെയിൻ ഐസോമറിസമാണ്. അടുത്ത ബിയും എഫും ചെയിൻ ഐസോമറിസം. അടുത്ത ഇനി എന്താ ഉള്ളത്? സിയും ഇയും. ഇനി ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആദ്യം ഫങ്ഷണൽ ഗ്രൂപ്പ് നോക്കുക. ഇവിടെ OH ആണ് ഫങ്ഷണൽ ഗ്രൂപ്പ്, ഇവിടെയും OH ആണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. സോ ഇത് ഫങ്ഷണൽ ഐസോമർ അല്ല. ഫങ്ഷണൽ ഐസോമർ ആയിരുന്നെങ്കിൽ OH മാറി ഒരിടത്ത് ഒരു ഫങ്ഷണൽ ഗ്രൂപ്പും വേറെ ഫങ്ഷണൽ ഗ്രൂപ്പും വന്നേനെ. ഓക്കെ, ഫങ്ഷണൽ ഐസോമർ അല്ല. അടുത്ത് ഫങ്ഷണൽ ഐസോമർ അല്ല എന്നുണ്ടെങ്കിൽ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പൊസിഷൻ നോക്കുക. ഇവിടെ OH ഒന്നാമത്തെ കാർബണാണ് ഇരിക്കുക, ഇവിടെ OH രണ്ടാമത്തെ കാർബണാണ് ഇരിക്കുക. അപ്പോൾ ഒന്നാമത്തെ കാർബണിൽ രണ്ടാമത്തെ കാർബണിൽ വരുമ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പൊസിഷൻ മാറിക്കഴിഞ്ഞാൽ അത് എന്ത് ഐസോമറാണ്?
പൊസിഷൻ ഐസോമറാണ്. പൊസിഷൻ മാറി കഴിഞ്ഞാൽ പൊസിഷൻ ഐസോമർ. അപ്പോൾ ലാസ്റ്റ് കോമ്പൗണ്ട് അത് ഏതാണെന്ന് എനിക്ക് നോക്കണം. ഏതൊക്കെയാണ്? സിയും ഇയും. സിയും ഇയും പൊസിഷൻ ഐസോമറാണ്. പൊസിഷൻ ഐസോമറാണ്. പറഞ്ഞാൽ മനസ്സിലായോ? ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഐസോമർസ് കണ്ടുപിടിക്കുന്നത്. ഇനി നമുക്ക് പേരിൽ നിന്ന് തന്നെ നമുക്ക് സുഖമായിട്ട് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. നോക്ക്, പേര് കണ്ടുപിടിക്കുന്നതിന് നമുക്ക് മോളിക്കുലർ ഫോമുല എഴുതേണ്ടി വരും. മോളിക്കുലർ ഫോമുല എഴുതാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ടി വരും. ഓക്കെ, സപ്പോസ് നമുക്കറിയാം എന്ന് വിചാരിക്കുക. അപ്പോൾ എയും ഡിയും ഒരേ മോളിക്കുലർ ഫോമുലയാണ് നമുക്ക് അറിയാമെന്ന് വിചാരിക്കുക. ഇവിടെ നോക്കേ, ഇവിടെയും ഓക്സി ഇവിടെയും ഓക്സി, അതിനർത്ഥം ഇവരുടെ ഒരു സെയിം ഫങ്ഷണൽ ഗ്രൂപ്പിലാണുള്ളത്. ഇനി ഫങ്ഷണൽ ഗ്രൂപ്പ് ആണെങ്കിലും ഈ ഓക്സിയുടെ രണ്ട് സൈഡിലുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? മാറുന്നുണ്ട്. ഓക്സിയുടെ രണ്ട് സൈഡിലുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? മാറുന്നുണ്ട്. എയ്തർ സൈഡ് ഓഫ് ദ ബൈവാലന്റ് ആൽക്കൈൽ ഗ്രൂപ്പ് ഇൻ ദ എയ്തർ സൈഡ് ഓഫ് ദ ബൈവാലന്റ് ഗ്രൂപ്പ് ചേഞ്ചസ്. അതിന് പറയുന്ന പേരാണെന്ത്? മെറ്റാമറിസം. സോ ഇവ രണ്ടും മെറ്റാമറിസം എന്ന് മനസ്സിലാക്കുക. അതേപോലെ ഇവിടെ നോക്ക്, ഇവിടെ പ്രൊപ്പാൻ 1 പ്രൊപ്പാൻ 2 ഈ പൊസിഷൻ നമ്പർ മാത്രമേ ഇവിടെ മാറുന്നുള്ളൂ. പൊസിഷൻ നമ്പർ മാത്രം മാറുകയാണെന്നുണ്ടെങ്കിൽ ഇവർ രണ്ടും ഐസോമറാണ് നമ്മൾ കണ്ടുപിടിച്ചു. പൊസിഷൻ നമ്പർ മാറുകയാണെന്നുണ്ടെങ്കിൽ ഇയാൾ എന്തായിരിക്കും? പൊസിഷൻ ഐസോമർ ആയിരിക്കും. ഇനി ഇവിടെ 2,3 ഡൈമീഥൈൽ ബ്യൂട്ടേൻ, ഇവിടെ 2 മീഥൈൽ ബ്രാഞ്ച് ഉണ്ട്. ഇവിടെ വന്നപ്പോൾ ബ്രാഞ്ചേ ഇല്ല. ബ്രാഞ്ചിൻ്റെ എണ്ണം കുറയുകയാണെന്നുണ്ടെങ്കിൽ ഇയാൾ എന്തായിരിക്കും? ചെയിൻ ഐസോമർ ആയിരിക്കും. ഇങ്ങനെ നമുക്ക് ഊഹിച്ച് കണ്ടുപിടിക്കാം. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, സോ ഐ തിങ്ക് അത്രേ ഉള്ളൂ ക്വസ്റ്റ്യൻസ്. സോ കൃത്യമായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ചാപ്റ്ററാണ്. അപ്പോൾ